ഷാജിൻഷി കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയതോടെ അവനെ മീറ്റ് ചെയ്യാനായി പ്രിൻസസ് എത്തുന്നുണ്ട്. അവൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ തനിക്ക് സ്വീറ്റ്സ് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്ന് അവൻ പറയുന്നു. അവന് അവളോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഇതിന് തന്നെ അവൻ തയ്യാറാവുന്നത്. വെഡ്ഡിങ് ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പ്രിൻസസ് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ട് പോയത് ആകെ ഇതാണ് എന്ന് പറഞ്ഞ് അവൾ കൊണ്ടുവന്നിരുന്ന ആ ജെയ്ഡ് ലോക്കറ്റ് എടുത്ത് അവനെ കാണിക്കുന്നു. അതിൽ ഒരെണ്ണം അവന് സമ്മാനിക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ടോക്കണായിട്ട് അതെന്നും രണ്ടുപേരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അത് അവന് സമ്മാനിക്കുന്നു. അവളി പറയുന്നത് പോലെയുള്ള ആത്മസ്നേഹമൊന്നും അവൻ അവളോട് ഇല്ലെങ്കിലും തൽക്കാലം അവനത് വാങ്ങുന്നുണ്ട്. അവൾ പിന്നെ വന്നത് മറ്റൊരു കാര്യത്തിനു കൂടിയായിരുന്നു. സുഖയെ ഇങ്ങനെ അവൻ അവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ചെയ്തത് തൻ്റെ അറിവോടെ ആയിരുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം അവനെ ഇവിടെ നിന്ന് വിട്ടയക്കാൻ അച്ഛനെ പ്രേരിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെയൊക്കെ ശ്രമിക്കാമെന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും അവൻ്റെ ഒപ്പം താൻ കാണും എന്നും അവൾ വാക്ക് കൊടുക്കുന്നുണ്ട്. അവന് ശരിക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നത് പോലുമില്ല. പക്ഷേ ആ വിവാഹം നടക്കേണ്ടത് ഒരാവശ്യമായതുകൊണ്ട് മാത്രം അവൻ അവളെ എതിർത്തൊന്നും പറയാതെ അവൾ പറയുന്നതൊക്കെ സമ്മതിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. നിങ്സൈ ഈ സമയം ആകെ വിഷമിച്ച് ഒരിടത്തിരുന്ന് വൈൻ കഴിക്കുകയായിരുന്നു. വീറാൻ ഇങ്ങനെ സൂര്യയുടെ കസ്റ്റഡിയിലായ വിവരം ഷാജിൻഷി അറിയിക്കുന്നതിന് വേണ്ടി അവൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാവൽക്കാർ അവനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഷാജിൻഷി ഓൾറെഡി ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ വിവാഹം കഴിയാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അവനെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല എന്നാണ് കാവൽക്കാർ അവനെ അറിയിച്ചത്. അതും അവനെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. പിന്നെ സൂര്യ പറഞ്ഞ കാര്യങ്ങളും അവൻ ഓരോന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ഷ്യാവോയും ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഷാജിൻഷിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന രീതിയിൽ അവനെ കൊല്ലാനുള്ള വൈരാഗ്യത്തോടെ അവൾ ഇപ്പോഴും ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ കൈ ഇതുവരെ ശരിയായിട്ടില്ലെങ്കിലും വളരെ കഷ്ടപ്പെട്ട് അവൾ ഒരമ്പ് കറക്റ്റായിട്ട് അവൾ സൈയിൽ കൊള്ളിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന സൂര്യയെ അവളെ കുറ്റപ്പെടുത്തുന്നു. വീറാനെ ഇങ്ങനെ അവൻ പിടികൂടിയതിനും അതേപോലെ നിങ്ഫയോട് സത്യങ്ങളെല്ലാം പറഞ്ഞതിനും ഇക്ഷ്യാവോയും അവനെ തിരിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതല്ലാതെ സത്യങ്ങളൊക്കെ അറിയാൻ നിന്റെ മുന്നിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതേപോലെ ചെയ്യാമെന്ന് അവനപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അവളുടെ മുന്നിലും വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൾ അതിന് മറുപടി നൽകാതെ വീണ്ടും ഷൂട്ട് ചെയ്യാനായി ആരും എടുക്കുന്നുണ്ടെങ്കിലും അവൻ അതിനെ സമ്മതിക്കാത്തതുപോലെ അതിൽ കയറി പിടിക്കുന്നുണ്ട്. അത് വിടാൻ പറഞ്ഞ് അവൾ മഴക്കുണ്ടാക്കിയത് അവൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത സമയത്ത് അതിൻ്റെ അറ്റം കൊണ്ട് അവൻ്റെ കൈ കുറച്ച് മുറിയുന്നു. അങ്ങനെ അവനെ വേദനിപ്പിക്കണമെന്ന് അവൾ വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവൾക്ക് ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ ആ കൊക്കയിലേക്ക് വീണ ശേഷം പിന്നീട് ഉണർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? ആദ്യത്തെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും എന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. അവൾ ഇത്രയും കാലം സ്നേഹിച്ചിരുന്നവരെല്ലാം അവളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിയതിൻ്റെ വിഷമം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവനത് പറഞ്ഞപ്പോൾ ഇത് നേരിട്ട് അനുഭവിക്കാത്തവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ഇത്ര അകന്ന ബന്ധത്തിലാവാൻ കാരണം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് അവൻ അവളെ അവിടെ ഇരുത്തി അവളോട് അതിനെപ്പറ്റി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ കൊല്ലപ്പെട്ടു. പക്ഷെ അതിന് കാരണക്കാരായ ആളെ ശിക്ഷിക്കുന്നതിന് പകരം അച്ഛൻ അവരെ അടുത്ത എംപ്രസ് ആക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ അമ്മ എന്ന് വിളിക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു. അന്നു മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്ര വഷളായത്. അത് കഴിഞ്ഞ് പിന്നിങ്ങോട്ടുള്ള എൻ്റെ ജീവിതം വളരെ റിസ്കി ആയിരുന്നു. എന്നെ അത്രയും കാലം സ്വന്തം മകനെ പോലെ നോക്കി വളർത്തിയിരുന്ന എൻ്റെ നാനി എന്നെ ഉറക്കത്തിൽ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ എന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ വന്ന എൻ്റെ മാസ്റ്റർ അത് പഠിപ്പിക്കുന്നതിനിടയിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ശരിക്കും എല്ലാവരാലും ചതിക്കപ്പെടുക എന്ന് പറയുന്നത് ഇതിനല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൻ്റെ വിഷമം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ വിഷമം ഒന്നുമല്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ക്രൂരനും ശക്തനുമാണ് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് പ്രിൻസിൻ്റെ ശരിക്കുള്ള ലൈഫ് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് എനിക്കറിയാൻ പറ്റിയതെന്ന് അവൾ പറയുന്നുണ്ട്. എന്തിനാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നോട് ഷെയർ ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. ഇതൊക്കെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നതാണ് പ്രധാനമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമുക്ക് രണ്ടുപേർക്ക് ഒരേപോലത്തെ വിധിയാണെന്നും എനിക്ക് തോന്നിയതുകൊണ്ടായിരിക്കണമെന്ന് അവൻ പറയുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ അവൾ തൻ്റെ ഡ്രസ്സിൽ നിന്ന് കുറച്ച് കീറിയിട്ട് അതുകൊണ്ട് അവൻ്റെ കയ്യിലെ ആ മുറിവ് കെട്ടിക്കൊടുക്കുന്നു. നേരത്തെ നിന്നെ മുറിവേൽപ്പിക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നതല്ല. നീ അങ്ങനെ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് ചിരിയാണ് വരുന്നത്. എന്തായാലും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി കൂട്ടാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. നിങ്ഫേ കള്ളു പിടിച്ച് ലെവൽ തെറ്റി പോയത് ഷുയിങ്ങിൻ്റെ സ്ഥലത്തേക്കായിരുന്നു. അവൾ അവനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അവൻ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് അവിടെ വീഴുന്നു. ഷുയിങ്ങിന് ശരിക്കും അവനോടൊരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കാര്യത്തിൽ കുറച്ച് അധികം കെയർ ചെയ്യുന്നുണ്ട്. അവൾ എത്ര വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ടും അവൻ ഉണരുന്നില്ല. ഈ സമയത്താണ് കയ്യിലൊക്കെ ബ്ലഡ് പുരണ്ടിരിക്കുന്ന അവൾ കാണുന്നത്. അത് അവളെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്.
വീറാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കണം ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ ഈ 2 ദിവസങ്ങളായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും അനാഥരായിരുന്നു, ഒരുമിച്ചാണ് വളർന്നത്. പിന്നീടാണ് ഞങ്ങൾ 3 പേരെയും ഡെത്ത് ക്യാമ്പിലേക്ക് പിടികൂടിക്കൊണ്ട് പോയത്. അവിടെ വെച്ച് എന്നെ അവർ ഭക്ഷണവും വെള്ളവും ഒന്നും തരാതെ തടവിലാക്കിയിരുന്നു. ആ സമയത്ത് ഞാൻ മരിക്കേണ്ടതായിരുന്നു. അന്ന് വീറാനാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു ചെറിയ മധുരക്കിഴങ്ങ് എനിക്ക് കൊണ്ട് തന്നത്. ഞാനത് തുല്യമായി വീതിച്ച് അവർക്ക് 2 പേർക്കും കൊടുത്തു. പക്ഷെ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് അത് കഴിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവർ അന്ന് ആ ഫുഡ് നൽകിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇക്ഷിയാവോ ഈ സമയം സൂയികയോട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മനുഷ്യരുടെ മനസ്സ് കൂടെ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് ചേഞ്ച് ആവാത്തതായി ഒന്നുമില്ല. നമ്മൾ മുമ്പ് ശത്രുക്കളായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരേ ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും വ്യത്യാസം വരും. കഴിഞ്ഞതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ അതെല്ലാം മറന്നു കളയാൻ കഴിയുമെങ്കിൽ പിന്നെ അവൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവന് മറക്കാൻ സാധിക്കാത്തത്? ഇപ്പോഴും അതിന് പ്രതികാരം ചെയ്യണമെന്ന് അവൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾ ചോദിച്ചപ്പോൾ പിന്നെ അവന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിനക്ക് അധികം വൈകാതെ നല്ലൊരു ഷോ കാണാൻ പറ്റും. അത് നടക്കുന്ന ആ സമയമാകുമ്പോൾ നിനക്കത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. എന്നാൽ മാത്രമേ നിനക്കിതൊക്കെ വിട്ടുകളയാൻ പറ്റുകയുള്ളൂ എന്നും അവൻ ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്. ഷുയിയും ഈ സമയം നിങ്ഫെയെ അകത്തൊക്കെ കൊണ്ടുപോയി അവനെ ട്രീറ്റ് ചെയ്യുകയായിരുന്നു. അവൻ്റെ ശരീരത്തിൽ പലയിടത്തായി മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചത്തുണ്ടായിരുന്ന ഒരെണ്ണം ഇച്ചിരി ആഴത്തിലുള്ളതാണ്. അവൾ അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടികളും അവിടെ അടുത്തായി വന്നു നിന്ന് ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരുടെ കരച്ചിലിൻ്റെ ബഹളമൊക്കെ കേട്ട് ഇടയ്ക്ക് നിങ്ഫെ ഉണരുന്നു. ഇക്ഷിയാവോയെ അന്വേഷിച്ച് ഈ കുട്ടികൾ ആദ്യം ചെന്നത് ഷുയിങ്ങിൻ്റെ സ്ഥലത്താണല്ലോ. അങ്ങനെ അവിടേക്ക് ചെല്ലാൻ അവരോട് ആരാണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നു. ഇക്ഷിയാവോയ്ക്ക് അപകടം പറ്റി അവിടെ ചികിത്സയിലുണ്ടായിരിക്കും, അതുകൊണ്ട് അവിടെ ചെന്നാൽ അവളെ കാണാൻ പറ്റിയേക്കും എന്ന് തങ്ങളോട് പറഞ്ഞത് വീറാനാണ് എന്ന് അവർ അവനോട് പറയുന്നു. അതോടെ വീറാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്ന് നിങ്ഫെയ്ക്ക് ബോധ്യമാവുന്നു. പിന്നെ ഒരു സെക്കൻഡ് പോലും അവനവിടെ കിടക്കാൻ തയ്യാറാവുന്നില്ല. ആ ട്രീറ്റ് ചെയ്തിരുന്നതൊക്കെ കാര്യമാക്കാതെ അത് മുഴുമിപ്പിക്കാൻ പോലും നിൽക്കാതെ അവൻ അവിടെ നിന്നിറങ്ങി സൂയികയുടെ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. സൂയികയെ അവനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ വന്ന് ഇൻഫാം ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്നെ കാണാൻ വന്നതല്ല, വീറാനെ കാണിച്ചു കൊടുക്കാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ അവർ വീറാനെ തടവിലാക്കിയിരിക്കുന്ന തടവറയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവനെ കണ്ടപ്പോൾ വീറാൻ വിചാരിച്ചത് ഷാജിൻഷി തനിക്കുള്ള മെസ്സേജ് വല്ലതും അവൻ്റെ അടുത്ത് പറഞ്ഞയച്ചിരിക്കുകയായിരിക്കും എന്നാണ്. പിന്നീടാണ് ഷാജിൻഷി അവൻ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ അറിയുന്നത്. എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനാണ് ഞാനിപ്പോൾ വന്നതെന്ന് നിങ്ഫെ പറയുന്നു. ഇക്ഷിയാവോ കൊക്കയിലേക്ക് വീണ ദിവസം ആരൊക്കെയോ അത് കണ്ടുവെന്ന് നിങ്ഫെയോട് പറഞ്ഞത് വീറാനായിരുന്നു. ഇപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അന്ന് അവൻ കള്ളം പറഞ്ഞതാണെന്ന് നിങ്ഫെയ്ക്ക് മനസ്സിലാവുന്നു. നീ എന്തിനാണ് അങ്ങനെ കള്ളം പറഞ്ഞത്? ഇക്ഷിയാവോ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ച് നിങ്ഫെ അവനുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. കുറെ തല്ലുകൊണ്ട ശേഷമാണ് വീറാൻ അവനെ തടഞ്ഞിട്ട് ഇക്ഷിയാവോയെ കൊല്ലാൻ ഷാജിൻഷി ഓർഡർ നൽകിയാൽ അവൻ അത് ധിക്കരിക്കാൻ സാധിക്കുമോ? മിലിറ്ററി ഓർഡർ അനുസരിക്കുമോ? അതോ തൻ്റെ സുഹൃത്തിൻ്റെ ജീവന് പ്രാധാന്യം നൽകുമോ എന്നൊക്കെ അവനോട് തിരിച്ച് ചോദിക്കുന്നത്. അതോടെ ഷാജിൻഷിയാണ് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ഫെയ്ക്ക് ബോധ്യമാവുന്നു. അവനാകെ തളർന്നു പോകുന്നുണ്ട്. പിന്നെ ഈ ചോദ്യത്തിന് അവന് വ്യക്തമായിട്ടൊരു ഉത്തരം നൽകാനും പറ്റുന്നില്ല. നീ ഇതൊന്നും അറിഞ്ഞാൽ നിന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഇതിനെക്കുറിച്ച് ഞാൻ പറയാതിരുന്നത്. നമ്മുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള വേദനയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിക്കുന്നത്. നീ അതിലൂടെ കടന്നു പോകണ്ടെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ വീറാൻ അവനോട് പറയുന്നു. ഈ സമയത്താണ് ഇക്ഷിയാവോ അവിടെ നിൽക്കുന്നവർ കാണുന്നത്. അവളിതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് വന്ന് ഒന്നും പറയാതെ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ഫെയും അവിടെ ഇരിക്കുന്നു. അപ്പം വേറെ ആനയും പിടിച്ച് അവിടെ എത്തുന്നുണ്ട്. ഇക്ഷിയാവോ ഒരു മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾ അതെടുത്ത് മുമ്പത്തെ പോലെ 3 തുല്യ കഷ്ണങ്ങളായി വീതിച്ച് അവർക്ക് 2 പേർക്കും നൽകുന്നു. അത് കണ്ടപ്പോൾ തന്നെ 2 പേരും നല്ല ഇമോഷണൽ ആവുന്നുണ്ട്. വീറാൻ ആദ്യം അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും അവൾ ഫോഴ്സ് ചെയ്തത് അവൻ്റെ കയ്യിൽ തന്നെ പിടിപ്പിക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ നെറ്റിയിൽ തടവി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ സബോർഡിനേറ്റ്സ് എന്ന നിലയിൽ നമ്മുടെ മാസ്റ്റർ പറയുന്നത് അനുസരിക്കണം. എന്തായാലും നമുക്കിനി ഒരിക്കലും പഴയതുപോലെ ആവാൻ പറ്റില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മുമ്പ് നമ്മൾ പരസ്പരം ഫാമിലിയാണ് എന്നുള്ള രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും സത്യമാണ്. അതുകൊണ്ട് പരസ്പരം കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാതെ നമുക്ക് ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവൾ ആ മധുരക്കിഴങ്ങ് കഴിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എപ്പോഴും എനിക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് തരുമായിരുന്നല്ലോ. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാനത് കഴിച്ചുകൊണ്ടിരുന്നതെന്നും അവൾ ഈ സമയത്ത് പറയുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് ജീഷുവിലെ 3 ഹീറോസ് ഇനി വെറും ചരിത്രം മാത്രമായിരിക്കും. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ശത്രുക്കളായിരിക്കും. ജീഷുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വലിയ കാര്യം ഇനി എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഷാജിൻഷി എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, അതെന്തായാലും അവൻ അക്കാര്യത്തിൽ സക്സസ് ആവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവനോട് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വീറാൻ അവിടെ ഇരുന്ന് ഉറക്കെ കരയുന്നുണ്ട്. നിങ്ഫെ അവൾക്ക് പിന്നാലെ ചെല്ലുന്നുണ്ട്. നിങ്ഫെ പിന്നെയും ഇക്ഷിയാവോയെ പിടിച്ചു നിർത്തിയിട്ട് വീറാന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, അവൻ മാസ്റ്റർ പറയുന്നതെല്ലാം അതേപോലെ അനുസരിക്കും, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും നമുക്ക് പഴയതുപോലെ തിരികെ പോകാൻ പറ്റില്ല. വീറാൻ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളല്ല, എനിക്കും പഴയതുപോലെ ആവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ഷിയാവോ അവിടെ നിന്ന്
മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ഫേ പിന്നെയും കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് അവിടെ തളർന്നു വീഴുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഇക്ഷിയാവോ അവനെ കണ്ട് വേഗം അവൻ്റെ അടുത്തേക്ക് നിന്ന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് പറയാനുള്ള ബോധം പോലും അവനുണ്ടായിരുന്നില്ല. ഇവർ മൂന്നുപേരും ആ തടവറയിൽ വെച്ച് സംസാരിച്ചതൊക്കെ ഫുയു മറന്നു എന്ന് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് എല്ലാം സുഗിയുടെ മുന്നിൽ എത്തിക്കുന്നു. ഷാജിങ്ഷി വേറാന് വേണ്ടി വരുന്നത് വരെ അവനെ അവിടെ തന്നെ തടവിലാക്കാൻ തന്നെയാണ് സുഗി എപ്പോഴും ഓർഡർ നൽകുന്നത്. പിന്നെ വേറാൻ അങ്ങനെ തളർന്ന് വീണതിനെ പറ്റിയും ഫുയു അവനോട് പറയുന്നുണ്ട്. ഇക്ഷിയാവോ അവനെ ഷോയിങ്ങിൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റിനായി കൊണ്ടുപോയിരിക്കുകയാണെന്നും അറിയിക്കുന്നു. നിങ്ഫയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവൻ്റെ പുറകിലായിട്ട് ഒരു അമ്പ് തറച്ചിരുന്നല്ലോ. അവനത് ഊരിക്കളഞ്ഞെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനത് മുറിച്ചു കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി അവൻ്റെ ശരീരത്തിൽ തന്നെ തറച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉള്ളത് ഷുയെയിങ് നേരത്തെ അറിഞ്ഞിരുന്നില്ല. ആ അമ്പിൻ്റെ അറ്റത്ത് പോയിസൺ ഉണ്ടായിരുന്നു. ഇത്രയും സമയം അതങ്ങനെ അവൻ്റെ ശരീരത്തിൽ ഉള്ളിലിരുന്നതുകൊണ്ട് ശരീരം മുഴുവൻ പോയിസൺ വ്യാപിച്ചിരിക്കുന്നു. അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഷുയെയിങ് ഇക്ഷിയാവോയെ അറിയിക്കുന്നു. കൂടി വന്നാൽ അവന് 2-3 ദിവസം കൂടി മാത്രമേ ജീവൻ ഉണ്ടാവുള്ളൂ എന്നും ഷുയെയിങ് വിഷമത്തോടെ അറിയിക്കുന്നുണ്ട്. ഇക്ഷിയാവോ ഇത് കേട്ട് ആകെ വിഷമത്തിലാവുന്നുണ്ട്. അവൾ അപ്പോൾ തന്നെ ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അവളിങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിച്ച് സുഗി അവിടെ നിൽപ്പുണ്ടായിരുന്നതിനാൽ അവൻ അവളെ തടയുന്നു. ഷാജിങ്ഷി ഇപ്പോൾ താമസിക്കുന്നത് കൊട്ടാരത്തിലാണല്ലോ. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവിടുത്തെ ഇമ്പീരിയൽ ഗാർഡ്സ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് നിന്നെ തടയാൻ തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യുമ്പോൾ അവനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് നീ ആലോചിച്ചു. നീ എന്ത് ചോദിച്ചാലും അവൻ സത്യം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൻ സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് എനിക്ക് കേൾക്കണം. അവൻ കാരണമാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ആയത്. അതിൻ്റെ കണക്ക് എനിക്ക് ചോദിച്ചേ പറ്റുകയുള്ളൂ എന്ന് അവൾ പറയുന്നു. ഇനി നിന്റെ ഉദ്ദേശം അതുതന്നെയാണെങ്കിലും ഇപ്പോൾ അത് ചെയ്യാനുള്ള സമയമല്ല. ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ കയ്യിലെങ്ങാനും നീ വിട്ടുകഴിഞ്ഞാൽ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അതിനും മാത്രം പ്രാധാന്യം ഇതിനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ പിന്തിരിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൻ്റെ ഉപദേശമൊക്കെ കേട്ടതുകൊണ്ടായിരിക്കണം അവൾ കൊട്ടാരത്തിലേക്ക് പോവാതെ ശവപ്പെട്ടികൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് പോയത്. സുഗിയും അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ അങ്ങോട്ട് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ആശ്വാസമാവുന്നു. നിങ്ഫയ്ക്ക് ഇങ്ങനെ കാര്യമായി പരിക്ക് പറ്റിയ വിവരമൊക്കെ ഷാജിങ്ഷിയും അറിയുന്നുണ്ട്. പക്ഷേ നിങ്ഫയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ അവൻ തയ്യാറാവുന്നില്ല. പകരം വേറാനെ ആ ജയിലിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ആർക്കോ നൽകാനായി ഒരു കത്ത് അവൻ റെഡിയാക്കി ഏൽപ്പിക്കുന്നുണ്ട്. ഇക്ഷിയാവോ രാത്രി തന്നെ ഒരു ശവപ്പെട്ടി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് അത് നന്നായി തൂത്തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങാതെ പോലുമാണ് അവളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ സമയമായപ്പോൾ ഷുയെയിങ് അവളുടെ അടുത്തേക്ക് വന്ന് ഇനിയെങ്കിലും കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങാനൊക്കെ അവളോട് പറയുന്നുണ്ട്. നിങ്ഫയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ഇക്ഷിയാവോ അന്വേഷിക്കുന്നു. ഇന്നലെ രാത്രി പലതവണ എനിക്ക് അവൻ്റെ പൾസ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രി തന്നെ അവൻ മരിക്കുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നതാണ്. ഇന്നത്തെ ദിവസം പോലും അവൻ താണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഷുയെയിങ് വിഷമത്തോടെ പറയുന്നു. അവനെ രക്ഷിക്കാൻ മാത്രം തനിക്ക് കഴിവില്ലാത്തതിനെക്കുറിച്ചും അവൾ കുറ്റബോധത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അവളുടെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ ഇക്ഷിയാവോ അവളെ സമാധാനിപ്പിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ഫയ്ക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവനെ ഞാൻ വെറുതെ സംശയിച്ച് അകറ്റി നിർത്തുകയാണ് ചെയ്തത്. അവസാനവും ഞാൻ അവനോട് വളരെ മോശം രീതിയിലാണ് സംസാരിച്ചത്. അവനൊന്ന് ഉണരുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവനോട് മാപ്പ് ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ 3 പേരിലും ഒരു വീട് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് അവനായിരുന്നു. ഞങ്ങൾ വളർന്നു കഴിയുമ്പോൾ 3 പേരും കൂടി എവിടെയെങ്കിലും പോയി സ്വന്തമായി വീടുണ്ടാക്കി സന്തോഷത്തോടെ കഴിയണമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇതുകൊണ്ടെങ്കിലും അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആ ശവപ്പെട്ടിയിൽ തൊട്ടുകൊണ്ട് ഇക്ഷിയാവോ വിഷമത്തോടെ പറയുന്നു. അന്ന് തന്നെ ഷുയെയിങ്ങിൻ്റെ അച്ഛൻ ലിൻഫ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരികയാണ്. വണ്ടിക്കാരന് പോലും കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അകത്ത് നിന്ന് പണം ചോദിക്കാനായി അദ്ദേഹം ഷുയെയിങ്ങിനെ തിരയുന്നു. ആ സമയത്ത് അവൾ നിങ്ഫയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മകളിങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം വേഗം ഓടിച്ചെന്ന് അവളോട് പിടിവിടാൻ പറഞ്ഞ് അവളെ പിടിച്ച് മാറ്റുന്നു. എന്നിട്ട് അങ്ങനെ അവനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് അവളെ വഴക്ക് പറയുന്നുണ്ട്. അവനെ രക്ഷിക്കണമെന്ന് ഷുയെയിങ് അച്ഛനോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം അവൻ്റെ പൾസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. പുറത്തിരിക്കുന്ന ശവപ്പെട്ടി ഇവന് വേണ്ടി വാങ്ങി വെച്ചതാണോ, അധികം വൈകാതെ ഇത് ഉപയോഗം വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കൈ ഒഴിയുന്നുണ്ട്. അവൾ പിന്നെയും അവനെ രക്ഷിക്കണമെന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് കേൾക്കാതെ ആ വണ്ടിക്കാരന് കാശ് കൊടുക്കാനായി അവളെ ബലമായി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവർ ചെല്ലുമ്പോൾ സുഗി അവിടെ നിൽപ്പുണ്ട്. വണ്ടിക്കാരനൊക്കെ പണം കൊടുത്ത് അവൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. സുഗി ശരിക്കും ഇക്ഷിയാവോയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കുറേ കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വേഗം വന്നാണ് ഇക്ഷിയാവോയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ അവർ ചെക്ക് ചെയ്യിക്കുന്നുണ്ട്. അവളുടെ പൾസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മുറിവ് മാത്രമല്ല അവളുടെ പ്രശ്നം, അവൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അവൾ എന്ന കൊക്കയിൽ നിന്ന് വീണപ്പോൾ താഴെ വന്ന മരക്കൊമ്പുകളിൽ തട്ടി ആയിരിക്കണം താഴോട്ട് പോയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ശക്തിയിൽ താഴെ വന്ന് വീഴാഞ്ഞത്. പിന്നെ അങ്ങനെ മരക്കൊമ്പിൽ ഇടിച്ചായിരിക്കണം തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് അവൾക്ക് ഇങ്ങനെ ഓർമ്മക്കുറവുണ്ടായിരിക്കുന്നത്. കാലക്രമേണ ചികിത്സയിലൂടെ അത് ഭേദമാക്കാൻ കഴിയും എന്ന് അദ്ദേഹം അറിയിക്കുന്നു.
അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട്. പക്ഷേ ഇഷിയാവോ ഇപ്പോൾ അതിനെക്കുറിച്ചല്ല കെയർ ചെയ്യുന്നത്. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിക്വസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ഫെയെ രക്ഷിക്കണമെന്ന് അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അവനെ താൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. തനിക്ക് രക്ഷിക്കാൻ കഴിയുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. ഇനി അവൻ്റെ ഫ്യൂണറലിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറയുന്നു. അവൾ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നൊക്കെ അപേക്ഷിച്ചിട്ട് പോലും അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ തനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. സൂര്യയും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നല്ലോ. ഷുയയും ആദ്യം തന്നെ അച്ഛൻ്റെ പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട്. ഇവനും പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നൊക്കെ ഷുയയും അച്ഛനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. മരണത്തിലേക്ക് പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞാൻ ദൈവമൊന്നുമല്ല. പിന്നെ നീ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഹാൾ തുടങ്ങിയതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും വലിയൊരു വീടിന് വാടകയൊക്കെ ആര് നൽകും എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അവളെ അതിൻ്റെ പേരിലും കുറ്റപ്പെടുത്തുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം വേണ്ടി, ഇവിടുത്തെ രാജാവിൻ്റെ അക്കൗണ്ടിലാണ് ഞാനിത് ആക്കിയിരിക്കുന്നതെന്നൊക്കെ ഷുയയും പറഞ്ഞപ്പോൾ അതിനും അദ്ദേഹം അവളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സൂയിക്ക് പറഞ്ഞതനുസരിച്ച് ഫുയു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തെ തടയുന്നു. നിങ്ഫെയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് സൂയികയും അങ്ങോട്ടേക്ക് വന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അതൊരു റിക്വസ്റ്റ് ആയിരുന്നില്ല, ഓർഡർ ആയിരുന്നു. ബലമായിട്ട് അദ്ദേഹത്തെ അകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി നിങ്ഫെയെ ചെക്ക് ചെയ്യാൻ അവൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം തൽക്കാലം ചെയ്യുന്നു. ഇത് ചെയ്താൽ നിങ്ഫെയെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഷുയയും പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് അവനെ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റില്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അങ്ങനെ സാധിക്കുമെന്ന് സൂയിക ഈ സമയം ചോദിക്കുന്നു. ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. അവൻ്റെ ജീവൻ കുറച്ച് സമയത്തെ കൂടി പിടിച്ചു നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റില്ല എന്ന് കരുതി വേറെ ആർക്കും അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഈ സമയത്ത് പറയുന്നു. ഈ സുഷിയുടെയും ജീഷുവിൻ്റെയും ഒന്നും കൺട്രോളിലല്ലാത്ത ഒരു സീക്രട്ട് പ്ലേസ് ഈ രണ്ട് രാജ്യത്തിൻ്റെയും പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ കുറേ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവർക്ക് ബ്ലഡ് റീപ്ലേസ് ചെയ്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ അറിയാം. അവരുടെ അടുത്ത് എത്തിക്കാൻ സാധിച്ചാൽ ഇവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൂര്യ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ആ ഒരു സ്ഥലത്തേക്ക് ആരെയും അങ്ങനെ അവർ കടത്തി വിടാറില്ല. പിന്നെ ഭാഗ്യം കൊണ്ട് ആർക്കെങ്കിലും അവിടെ എത്തിപ്പെടാൻ സാധിച്ചാൽ പിന്നെ അവരെ പുറത്തേക്ക് വിടാനും അവർ സമ്മതിക്കാറില്ല. നിങ്ഫെയെ ഇപ്പോൾ അങ്ങോട്ടേക്ക് അയച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ പോലും പിന്നീട് ഒരിക്കലും അവൻ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അവിടുത്തെ ഒരംഗമായിട്ട് അവിടെ ജീവിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നു. ഇക്ഷിയാവോയ്ക്ക് അതിനും സമ്മതമായിരുന്നു. എങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ അവളിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവനെ അങ്ങോട്ടേക്ക് അയക്കാൻ സമ്മതമാണ് എന്ന് അവൾക്കറിയുന്നു. അവൻ്റെ ബ്ലഡ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഇവനെ അവർ ട്രീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അവൻ ഒരു അനാഥനാണ്, അങ്ങനെ സ്വന്തക്കാരാരുമില്ല. അതുകൊണ്ട് അവന് വേണ്ടി താൻ അത് എഴുതി കൊടുക്കാമെന്ന് ഇക്ഷിയാവോ പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ റിസ്ക് ആണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ഫെയുടെ ജീവൻ രക്ഷിച്ച ശേഷം എപ്പോഴെങ്കിലും അവൻ അവിടുത്തെ റൂൾസ് അനുസരിക്കാതിരിക്കുകയോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇക്ഷിയാവോ ഏൽക്കേണ്ടി വരും. അവൻ അവിടെ നിന്ന് ഓടിപ്പോയാൽ അവന് പകരം അവൾ അവിടെ ചെന്ന് താമസിക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും താൻ അതിന് തയ്യാറാണ് എന്നവൾ ഒരു സംശയവുമില്ലാതെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതെന്ന് ഇടയ്ക്ക് ഷുയയും ചോദിക്കുന്നുണ്ട്. മുമ്പൊരു തവണ കാട്ടിൽ വെച്ച് അവിടെയുള്ള ഒരാളെ താൻ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് താൻ ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊന്നും പറയുന്നതുമില്ല. എന്തായാലും ഇഷിയാവോ ഇങ്ങനെ പറഞ്ഞതോടെ അവനെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. അവൾ വാങ്ങിവെച്ച ആ ശവപ്പെട്ടിയിൽ തന്നെ കിടത്തിയാണ് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സൂര്യ തീരുമാനിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ഇഷിയാവോ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്. അങ്ങനെ ആകുമ്പോൾ ഷാജിൻഷിയുടെയും വീരാൻ്റെയും ഒക്കെ കണ്ണിൽ അവൻ മരിച്ചു എന്ന് തന്നെ ആയിക്കോളുമല്ലോ. ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അവൻ എവിടെയാണ് എന്ന് അവർ ചോദിക്കാതിരിക്കാനും ഒക്കെ ഇത് തന്നെയാണ് നല്ലതെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളും അത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്ക് വന്ന ലിങ്ഫെൻ ഒരിക്കൽ കൂടി അവിടുത്തെ കണ്ടീഷൻസിനെ കുറിച്ച് ഇക്ഷിയാവോയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലിങ്ഫെ ഇനി മുതൽ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം അവൾക്കായിരിക്കും. അവൾക്ക് ഇതിന് സമ്മതമാണോ എന്നൊരിക്കൽ കൂടി അദ്ദേഹം ചോദിക്കുന്നു. ഇക്ഷിയാവോയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലിങ്ഫെയെ അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് അദ്ദേഹം ചെയ്യുന്നു. ഒരു ലെറ്റർ അവനെ കൊണ്ടുപോകുന്നവർക്ക് അദ്ദേഹം കൊടുത്തു വിടുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് കണ്ണുകൾ കെട്ടി വേണം നിൽക്കാൻ. ഈ കത്തും ഇവനെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്ന് ചോദിക്കുക പോലും നിൽക്കാതെ അവിടെ നിന്ന് തിരികെ പോരണം എന്നൊക്കെ അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട്. ഷാജിൻഷി ആവശ്യപ്പെട്ടതനുസരിച്ച് വേറാനെ സ്വതന്ത്രനാക്കി മിനിസ്റ്റർ ഷെൻവു അവരുടെ സ്ഥലത്തെത്തിക്കുന്നുണ്ട്. വേറാൻ കുറ്റബോധത്തോടെയാണ് ഷാജിൻഷിയുടെ മുന്നിലേക്ക് എത്തിയത്. എങ്ങനെയാണ് അവനെ സ്വതന്ത്രമാക്കിയെന്ന് അറിയണ്ടേന്ന് ഷാജിൻഷി ആദ്യമേ തന്നെ അവനോട് ചോദിക്കുന്നു. ഇക്ഷിയാവോയെ രക്ഷപ്പെടുത്താനായിട്ട് അവൻ സൂക്ഷിച്ചിരുന്ന ആ സ്ഥാനം ഇപ്പോൾ വേറാൻ നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണ് അവനെ രക്ഷപ്പെടുത്താൻ ഷാജിൻഷിക്ക് സാധിച്ചത്. ഇനി ഇക്ഷിയാവോയുടെ കാര്യത്തിൽ അവന് യാതൊരു പ്രതീക്ഷയുമില്ല. അതറിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് വേറാൻ പറയുന്നു. ഷാജിൻഷി എന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്താതെ പിന്നെ സൂര്യയുടെ കയ്യിൽ മരിക്കാൻ ഞാൻ സമ്മതിക്കണമായിരുന്നു. അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ നിന്നെ കൊല്ലുന്നതാണെന്ന് പറഞ്ഞ് അവനെ 2-3 അടിയൊക്കെ കൊടുത്തിട്ട് തൻ്റെ വാളെടുത്ത് അവനെ കൊല്ലാനായിട്ട് ചെല്ലുന്നു. വേറാൻ അവൻ്റെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറായി കണ്ണടച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഷാജിൻഷി പിന്മാറുന്നുണ്ട്.
കുറച്ചു നേരം കണ്ണടച്ച് നിന്നിട്ടും ഒന്നും സംഭവിക്കാത്ത കാരണം വേറാൻ കണ്ണു തുറന്നപ്പോൾ നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ഷാജിങ്ഷി ചോദിക്കുന്നു. ഇക്ഷിയാവോയെ കൊല്ലാതെ വിട്ടതാണ് തൻ്റെ തെറ്റെന്ന് അവൻ പറഞ്ഞപ്പോൾ ഷാജിങ്ഷിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ഇക്ഷിയാവോയെ അവൻ കൊല്ലാൻ ശ്രമിച്ചാണല്ലോ ഷാജിങ്ഷിയെ ദേഷ്യം പിടിപ്പിച്ചു തന്നിട്ട് അവൻ തിരിച്ചാണല്ലോ പറയുന്നത്. ഇക്ഷിയാവോയെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അവൾക്ക് ഓർമ്മകളൊക്കെ തിരികെ കിട്ടിക്കഴിഞ്ഞു, അവനാണ് അവളെ ഷൂട്ട് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്ന് വേറാൻ അവനെ അറിയിക്കുന്നു. ഇത് ഷാജിങ്ഷിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഇക്ഷിയാവോ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല, അവളെ കൊല്ലണമെന്നും വേറാൻ പറയുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടി ആ തീരുമാനം എടുക്കാനുള്ള യോഗ്യത അവനില്ല, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ താൻ ചെയ്തോളാമെന്ന് ഷാജിങ്ഷി പറയുന്നു. പിന്നെ അവളോട് തൽക്കാലം തിരികെ അതിർത്തിയിലേക്ക് മടങ്ങിപ്പോവാനും അവിടെ തങ്ങളുടെ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടാനും ഷാജിങ്ഷി ഓർഡർ നൽകുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയാൽ ഉടനെ അവന് വിവരം നൽകാമെന്നും അവൻ പറയുന്നു. അങ്ങനെ വേറാൻ അവിടെ നിന്ന് പോകുന്നു.